ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് എന്തായിരുന്നു? നൈട്രജൻ ബേസസ്, പിന്നെ ഷുഗർ മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ഡി എൻ എ ഫോർമേഷൻ ഓർ ന്യൂക്ലിക് ആസിഡ് ഫോർമേഷൻ, ദെൻ ഫോസ്ഫോറിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും അതിൻ്റെ കമ്പോണൻസ് ഒക്കെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ദ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ഇൻ ദാറ്റ് വൺ പാർട്ട് വിൽ ബി ഡി എൻ എ. യു നോ ദ അതർ പാർട്ട് ഈസ് നത്തിങ് ബട്ട് ദ ആർ എൻ എ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡി എൻ എ ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി എൻ എയുടെ പ്രപ്പോസ്ഡ് സ്ട്രക്ചറാണ് 1953 പ്രപ്പോസ് ചെയ്ത സ്ട്രക്ചറാണ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത്. ഒരു വെൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പ്രപ്പോസലായിരുന്നു അത്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകിൽ 5 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്ക്രൈബ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡി എൻ എ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് തന്നെ വാട്സൺ ആൻഡ് ക്രിക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾ മെയിൻ ഡീറ്റെയിൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ. എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇലാബറേറ്റ് ആയിട്ട് എല്ലാ സ്ട്രക്ചറൽ കമ്പോണൻറ്റും വരച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഓക്കെ, സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഡി എൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. എന്തുകൊണ്ടാണ് ഡിയോക്സി എന്ന് വന്നത്? നമുക്കറിയാം റൈബോസിൽ അല്ലേ, റൈബോസിൽ 2' കാർബണിൽ OH പകരം എന്താ ഉള്ളത്? H മാത്രമാണ്. അപ്പോൾ ഈ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞത്. ഓർമ്മിക്കുക, ആസിഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ വരാൻ കാരണം ന്യൂക്ലിയോടൈഡ്സിലുള്ള ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ അതിനെ വേറൊരു പേരിലും വിളിക്കും അല്ലേ, എന്താണ്? ഫോസ്ഫേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ കമ്പോണന്റ് ഓക്കെ ഇതുള്ളത് കൊണ്ടാണ് ന്യൂക്ലിക് ആസിഡിന് അസിഡിക് പ്രോപ്പർട്ടി വന്നത്. ഫോസ്ഫോറിക് ആസിഡിന്റെ പ്രസൻസ് ആണ്. So the structure is described as double helix made up of polynucleotide strands coiled around one another. അപ്പം ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഫയർ എക്സിറ്റ്, എമർജൻസി എക്സിറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ, സ്ഫെറിക്കൽ ആയിട്ടുള്ള, അതായത് ഹെലിക്കൽ ആയിട്ടുള്ള ഒരു ഏണി നിങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് അതിൻ്റെ നടുക്കൊരു തൂണുണ്ടാവും, ആ തൂണിന് ചുറ്റുമായിരിക്കും ഈ ഏണി ഉണ്ടാവുക. ആ ഒരു അപ്പിയറൻസിനെയാണ് നമ്മൾ ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ തൂണിൽ ഒരു ഭാഗത്തല്ലാതെ 2 ഭാഗത്തും സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെയർ കേസ് പോലെ വരികയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അതാണ് ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. അപ്പം ഒരു ഹെലിക്സ്, ഇത് ഒരു ഹെലിക്സ് ആണ്, ഇത് ഒരു ഹെലിക്സ് ആണ്. They are coiling around each other in order to form the double helical structure. Now ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ അത് നൈട്രജൻ ബേസ് ആണ്. സ്റ്റെപ്പിന്റെ നടുക്കുള്ള കമ്പി എന്ന് പറയുന്നതും നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, നൈട്രജൻ ബേസിന്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ 2 ഭാഗത്തെയും നൈട്രജൻ ബേസസ് ആണ് സ്റ്റെപ്പ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ആ സ്റ്റെപ്പിനെ ഔട്ടർ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇരുമ്പ് കമ്പിയാണ് ഇതിലെ ഷുഗർ ഫോസ്ഫേറ്റ് ബോൺ എന്ന് പറയുന്നത്. അപ്പം ബാക്ക് ബോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. ഷുഗർ ഫോസ്ഫേറ്റ് ആ ഒരു ചെയിനെയാണ് നമ്മൾ ബാക്ക് ബോൺ എന്ന് വിളിക്കുക ഇവിടെ. അപ്പൊ ഇന്നർ കോർ എന്ന് പറയുന്നത് ദേ ആർ നൈട്രജൻ ബേസസ്. സോ ഷുഗർ ഫോസ്ഫേറ്റ് ഫോംസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് ഹെലിക്സ് ആൻഡ് ദ ബേസസ് ആർ ഓറിയന്റഡ് ടുവേർഡ്സ് ഇൻസൈഡ് ഓഫ് ദ ഹെലിക്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നൈട്രജൻ ബേസസ് ആണ്. ഇനി ആ നൈട്രജൻ ബേസസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇതാണ് വളഞ്ഞിട്ടാ പോകുന്നതെന്ന് നോക്കുക. അപ്പൊ ഇതാണ് ബാക്ക് ബോൺ എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഫോസ്ഫേറ്റ് ചെയിൻ ഇതാണ്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓക്കെ ഈ ഒരു പൊസിഷനിൽ 90 ഡിഗ്രി ആംഗിളിലായിരിക്കും ആരുണ്ടാവുക? ഈ പറയുന്ന നൈട്രജൻ ബേസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്, പക്ഷെ ആക്ച്വലി എന്താണ്? ഇതിങ്ങനെ പരന്നിട്ടുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊരു സ്റ്റെപ്പ് പോലെ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ പറയും നൈട്രജൻ ബേസസ് ആർ സ്റ്റാക്ഡ് വൺ അബോവ് അനദർ എന്ന് പറയുന്നതിന് കാരണം ഇതിന്റെ പൊസിഷൻ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ വരച്ചേക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. അത് മാറിയിട്ട് ഇങ്ങനെയായിരിക്കും അതിന്റെ പൊസിഷൻ. ഇങ്ങനെ ആയാലും ആംഗിൾ ഏതാണ്? 90 ഡിഗ്രി ആണ് അല്ലെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് പോകുന്നത്. സോ 90 ഡിഗ്രി ടു ദി ഹെലിക്സ് ആക്സിസ്.
In the double helix, the bases are layered on top of the each other. അതാണ് ഞാൻ ഈ പറഞ്ഞ, അതുകൊണ്ടാണ് അതിനെ സ്റ്റെപ്പായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. Okay, the stability of the DNA molecule is due to the hydrophobic interaction between the stacked nucleotides. അപ്പം ഒരു DNA എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞു, ഷുഗർ ഫോസ്ഫേറ്റ്. അപ്പോൾ ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്, പോളാർ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. DNA-ക്ക് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ചാർജ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഹൈഡ്രോഫിലിക് അല്ലേ, വെള്ളമായിട്ട് ലയിക്കുന്നതാണ്, ഹൈഡ്രോഫിലിക് ആണ്. അപ്പം ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ദേ ആർ ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ because they are polar due to the presence of this ionized oxygen in phosphoric acid. അതേസമയം നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോഫോബിക് ആണ്, നോൺ പോളാർ ആണ്. എപ്പോഴും അറിയാം നിങ്ങൾ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചപ്പോൾ എന്താണ് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ജലത്തിന്റെ പ്രസൻസിൽ, വാട്ടറിന്റെ പ്രസൻസിൽ വാട്ടറിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഒന്നിച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രെങ്തിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസിക്കാണ് നമ്മുടെ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ നൈട്രജൻ ബേസ് ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് എപ്പോഴും വെള്ളത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇന്നർ കോറിലേക്ക് അത് ഒതുങ്ങും. ഷുഗർ ഫോസ്ഫേറ്റ് ബോണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് പോളാർ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, ദേ ആർ ആക്ച്വലി ഫേസിങ് ദ വാട്ടർ. ഓക്കെ, അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ് പുറത്ത് നിന്ന് വാട്ടറിനെ പ്രതിരോധിക്കുമെന്നൊക്കെ നമുക്ക് വെറുതെ ഒരു ചിന്തയിൽ നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഉള്ളിലുള്ള നൈട്രജൻ ബേസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വാട്ടറിനെ വളരെ കുറവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു നേച്ചറാണ് ഇതിൻ്റെ. അപ്പോൾ ഹൈഡ്രോഫോബിക് നേച്ചറാണ് നൈട്രജൻ ബേസസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൻ്റെ കേസിൽ ഉണ്ടാവുക. Now, because of the phosphate groups, the sugar phosphate backbone of each strand often negatively charged. ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്. And Mg2+ will be stabilizing the structure by counter charge. അല്ലെ, ഒരു കൗണ്ടർ അയോൺ ആണ്, നെഗറ്റീവ് ചാർജ് ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനുള്ളത്. Mg2+ ഡൈവാലന്റ് കാറ്റയോൺ ആണ്. അപ്പം അത് എന്ത് ചെയ്യും, ഒരു കൗണ്ടർ ആയിട്ടുള്ള ചാർജ് ആയിട്ട് മാറുന്നു. അപ്പം അത് സ്റ്റെബിലൈസസ്. ഓക്കെ, ഈ ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. Now, the complementary bases form the opposite helix pair each other. അല്ലേ, അപ്പം രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറഞ്ഞു. ഒരു സ്റ്റാൻഡിലുള്ള നൈട്രജൻ ബേസ് വിൽ ബി കോംപ്ലിമെന്ററി ടു ദി നെക്സ്റ്റ് സ്റ്റാൻഡ് നൈട്രജൻ ബേസ് അറ്റ് ദ സെയിം പൊസിഷൻ. അപ്പം അങ്ങനെ ഒരു കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ആണ് DNA-യിൽ നടക്കുന്നത്. ഇത് നോർമലി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു തുടങ്ങിയതാണ്. സ്റ്റിൽ ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പ്യൂരീൻസ് ആൻഡ് പിരമിഡീൻസ് മേക്ക് ബേസ് പെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ടു പ്യൂരീൻസ് വിൽ ബി എൻഗേജ്ഡ്, നോ ടു പിരമിഡീൻസ് വിൽ ബി എൻഗേജ്ഡ് ഇൻ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ്. ഒരു പ്യൂരിനും ഒരു പിരമിഡിനും മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രിൻസിപ്പിളാണ് DNA-ന്റെ ലെങ്ത് ത്രൂ ഔട്ട് അതിൻ്റെ ഡയമീറ്റർ സെയിം ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചോദ്യം 2 മാർക്കിന് വന്നു കഴിഞ്ഞാൽ, അതായത് അലോങ് ദ ഫുൾ ലെങ്ത് ഓഫ് ദ DNA the diameter of the DNA is same from beginning to end. Why? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you have to answer purine can pair with pyrimidine, pyrimidine can pair with the purine, not two purines will pair or not two pyrimidines will complementary base pair. അപ്പം ആ ഒരു റീസൺ കൊണ്ടാണ് ത്രൂ ഔട്ട് DNA ലെങ്ത് ഒരേ ഡയമീറ്ററിലേക്ക് പോകുന്നത്. Now, the complementary bases form the opposite helix pair each other. Purines and pyrimidines make the base pairs. Then purine base, a pair with the pyrimidine base. Purine base A എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അഡെനിൻ ആണ്. That will be pairing with the thymine, adenine thymine, and cytosine will be pairing with the G. Okay, guanine. So guanine, cytosine, അഡെനിൻ, തൈമിൻ. അവിടെ യുറാസിൽ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ബാക്കിയാണ്. പ്യൂരമിഡിന്റെ കേസിൽ യു നോ ദാറ്റ് ഇറ്റ് വിൽ ബി പ്രസന്റ് ഓൺലി ഇൻ DNA. Okay, sorry, RNA. This type of base pairing is called Watson and Crick base pairing. Now, why does DNA form the helix shape എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൈട്രജൻ ബേസസ് മാക്സിമം ഹൈഡ്രോഫോബിസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ നൈട്രജൻ ബേസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്വിൽറ്റിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയ ഒരു ചെരിവിലേക്ക് ആംഗിളിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത് രണ്ട് ഭാഗത്തുനിന്നും ഈ ആംഗിൾ ഒരു ചെരിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എന്ത് ചെയ്യും, ഈ ബാക്ക് ബോൺ എന്ത് ചെയ്യും, ഒരു വളയൽ വരയും.
ഓക്കെ, അപ്പം ഇയാള് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ മാക്സിമം പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്വിൽറ്റിംഗ് നടത്തുന്നു. ആസ് എ റിസൾട്ട് രണ്ട് സൈഡിലും ആ ട്വിൽറ്റിംഗ് വരുന്നത് കൊണ്ട്, രണ്ട് ബാക്ക് ബോണിലും വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ആ ബാക്ക് ബോൺ വന്ന് ട്വിൽറ്റ് ചെയ്യുന്നു. ഈ ട്വിൽറ്റിംഗ് ത്രൂ ഔട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പം ആ പോയിന്റ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് പ്രസന്റ് ഇൻ ദ DNA molecule is water soluble. On the other hand, nitrogen bases in the center of the DNA are relatively hydrophobic and insoluble. അപ്പം ഈ ഒരു ചോദ്യം 2 മാർക്കിന് വന്നേക്കാം, അതുകൊണ്ട് ആൻസർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. Because the nitrogen bases are flat, they can be stacked on top of one another to create a more hydrophobic environment. Okay, ആ hydrophobic environment കൂട്ടാൻ പോവാണ് ഇനി. In addition, the nitrogen bases twist slightly to maximize their hydrophobic interaction with one another, and it is this twisting of the stacked bases that result in the formation of helical structure. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്ത പോയിന്റ് ആണത്. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, 2 മാർക്കിന് ചോദിക്കാം. Now, എങ്ങനെയാണ് DNA സ്ട്രക്ചറിലേക്ക് വാട്സൺ ആൻഡ് ക്രിക്ക് എത്തിയത് എന്നാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ അതിന് ഓർക്കേണ്ടത്. ഒന്ന്, എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി ഓഫ് DNA ബൈ മോറിസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻ ഫ്രാങ്ക്ലിൻ. രണ്ടാമത്തത് ചാർഗാഫ് റൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ 2 കൺസെപ്റ്റിൽ കൂടിയാണ് വാട്സൺ ആൻഡ് ക്രിക്ക് അവരുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് അത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, DNA സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് അങ്ങനെയാണ്. അപ്പം ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA, അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി എന്ന് പറയാം. സോ ഇൻ ദിയർ ഡബിൾ ഹെലിക്കൽ മോഡൽ, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് DNA. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജിക്കൽ DNAനെയാണ് നമ്മൾ BDNA എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ നോർമലി നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന DNAനെ BDNA എന്നാണ് വിളിക്കുക. ADNA എന്നും ZDNA എന്നും നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DNA പഠിക്കും. പക്ഷേ BDNA എന്ന് പറയുന്നതാണ് ഒറിജിനൽ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള DNA. ചില പ്രത്യേക നിമിഷത്തിൽ, ചില പ്രത്യേക അവസ്ഥയിൽ ആ മീഡിയത്തിന്റെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എയും സെറ്റും അപ്പിയർ ചെയ്യുക. അത് മനസ്സിലാക്കി വെക്കുക. So they discovered the double helix structure of DNA by analyzing the X-ray diffraction pattern elucidated by Rosalind Franklin and Maurice Wilkins. രണ്ടാമത്തെ റീസൺ ആളെന്ന് പറയുന്നത് ചാർഗാഫ് റൂൾ ആണ്. ചാർഗാഫ് റൂൾ എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചേക്കാം. ചാർഗാഫ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു DNAയിൽ എനി സ്പീഷീസ് ഓർ എനി ഓർഗാനിസം, ഏതിൻ്റെ ആയിക്കോട്ടെ, ദ എമൗണ്ട് ഓഫ് ഗ്വാനിൻ should be equal to the amount of cytosine. In the same way, the amount of adenine should be equal to the thymine. അതിന്റെ റീസൺ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Adenine always bind with the thymine through double hydrogen bond, and guanine always bind with the cytosine with a triple hydrogen bond. ഓക്കെ, ഇതാണ്. അപ്പം അഡിനിൻ തൈമിനുമായിട്ട് മാത്രവും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അഡിനിന്റെ അതേ അളവായിരിക്കും തൈമിൻ, ഗ്വാനിന്റെ അതേ അളവായിരിക്കും സൈറ്റോസിൻ. ഇതാണ് ജനറൽ ചാർഗാഫ് റൂൾ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിൽ നമുക്ക് എന്ത് പറയാം? അഡിനിൻ പ്ലസ് തൈമിൻ ഡിവൈഡഡ് ബൈ ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ വിൽ ബി എ കോൺസ്റ്റന്റ്. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ചാർഗാഫ് റൂൾ ആണ്. ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അത്. ഓക്കെ, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. അത് ഓരോ സ്പീഷീസിനും സ്പെസിഫിക് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഒരു സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പെർട്ടിക്കുലർ കോൺസ്റ്റന്റ്. വേറൊരു സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അനദർ ഡിഫറെൻറ്റ് കോൺസ്റ്റന്റ്. അപ്പം ആ സ്പീഷീസിലുള്ള എല്ലാ ഇൻഡിവിജ്വലിനും ഈ ഒരു റേഷ്യോയിലെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, സ്പീഷീസ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു റേഷ്യോ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത് A+T/G+C is equal to a constant. ഓക്കെ, ഇനി വേറൊരു കൺസെപ്റ്റ് പറയാം. ഇതേ റൂൾ തന്നെ വെച്ചിട്ടുള്ള വേറൊരു കൺസെപ്റ്റ് ആണ് എന്ത്? A+G ഡിവൈഡഡ് ബൈ T+C ഈസ് ഈക്വൽ ടു 1. അതെപ്പോഴും ഒന്നായിരിക്കും. അതിന്റെ റീസൺ എന്താണ്? അഡിനിന്റെ അതേ അളവാണ് തൈമിൻ, ഗ്വാനിന്റെ അതേ അളവാണ് സൈറ്റോസിൻ. സോ മുകളിലുള്ള ആളും താഴെയുള്ള ആളും ഒരുപോലെയായിട്ട് വരും വാല്യൂ. അതുകൊണ്ട് തന്നെ 1 ആയിരിക്കും. ഇതാണ് ചാർഗാഫ് റൂളിന്റെ അനദർ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ചാർഗാഫ് റൂൾ എന്താണെന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതാണ് ഇത്. ഇക്വേഷനിൽ പറയുമ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന്റെ കൂടെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ബോണ്ടിങ് എങ്ങനെയാണെന്നും അവർ മാത്രമേ ബോണ്ട് ചെയ്യൂ എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ 3 വര ശരിക്കും വേണം. അത് എനിക്കൊന്ന് ആ ഗ്രാഫിക്കൽ ഉണ്ടാക്കിയാലും മിസ്സായി പോയതാണ്. പക്ഷേ എനിവേ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ചെയ്യാം. ഓക്കെ, ഗ്വാനിൻ സൈറ്റോസിനിൽ ഹൈഡ്രജൻ ബോണ്ട് 3 ഇവിടെ കാണിച്ചിട്ടുണ്ട്.
Okay, now let us see the features of Watson and Crick model of DNA. ഒന്നാമത്തെ പോയിന്റ് നോക്കാം നിങ്ങൾ. ഡി എൻ എ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, ഇത് ആസ് സച്ച് അങ്ങനെ തന്നെ പറയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് അതുപോലെ പറഞ്ഞാൽ മതി. വിത്ത് ഈ ഫിഗർ വരക്കുക. ഈ ഫിഗർ കൃത്യമായിട്ട് വരക്കണം. അതിൽ ഓരോ ബോണ്ടിങ്ങും കൃത്യമായിട്ട് ലേബൽ ചെയ്യണം. അതിൻ്റെ കൂടെ ഈ ഫിഗറും വരക്കുക. ഈ ഫിഗർ വരച്ച് ഇവിടെ ഗ്വാനിൻ സൈറ്റോസിൻ മതി. അതിൻ്റെ കെമിക്കൽ പോളിഗണൽ സ്ട്രക്ചർ ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഗ്വാനിൻ സൈറ്റോസിൻ അല്ലെങ്കിൽ അഡിനിൻ തൈമിൻ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഫിഗറും വരക്കണം. ഓക്കെ, ഈ ഒരു ഫിഗറാണ് മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത്. ഇതാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ. ഓക്കെ ഓക്കെ, ഇത് ഡബിൾ ഹെലിക്കൽ മോഡൽ. ഇത് മോളിക്കുലാർ സ്ട്രക്ചർ. Okay, clear ആണല്ലോ. So DNA is made up of 2 polynucleotide strands and has an overall double helical shape. In a double helix, one polynucleotide chain wraps around the second polynucleotide chain. ഇത് ഞാൻ ഓൾറെഡി വിശദീകരിച്ച സാധനം ആയതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. നിങ്ങൾ എഴുതാനും പഠിക്കാനും വേണ്ടിയിട്ട് ഞാനൊന്ന് വോയിസ് കൊടുക്കുന്നതേ ഉള്ളൂ. Okay, the backbone of each polynucleotide is made by an alternate sugar and phosphate group, and the bases are organized at right angles to the helix. Okay, so you can find it here. Perpendicular ആയിട്ടാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. അതേസമയം സ്റ്റാക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് വെക്കുക. പക്ഷെ അതിന്റെ പൊസിഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ടീന്നോ ഏന്നോ പറയുന്ന ലെറ്റർ കാണൂല. കാരണം എന്താണ്? ഒരു വര പോലെ കാണുള്ളൂ. എന്തുകൊണ്ടാണ്? അത് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഇങ്ങനെയല്ല. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അതിന്റെ ഒറിജിനൽ പൊസിഷൻ ഇങ്ങനെയാണ്. The phosphate group remains attached to the 5' carbon, okay, of the one sugar and the 3' of the next sugar. You can find it here. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇത് 5' എൻഡ് ആണ്, 5' കാർബൺ ആണ്. ആ 5' കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു തൊട്ട് മുമ്പത്തെ 5' കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിന് ശേഷം വരുന്ന ന്യൂക്ലിയോടൈഡിലെ ഷുഗറിന്റെ 3' എൻഡിലേക്ക് എസ്റ്ററിഫൈ ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ് ഇത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയുമ്പോൾ ഇതിന് വിളിക്കുന്ന പേരെന്താണ്? ഫോസ്ഫോ, മാർക്ക് ചെയ്തേക്കണേ, ആ ലേബൽ ചെയ്തേക്കണേ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. എങ്ങനെയാ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നത്? ഇത് ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ് അല്ലെ, 3' എൻഡിലേക്കുള്ള എസ്റ്ററിഫിക്കേഷൻ. 5' എൻഡിലേക്കുള്ള ഈ ഒരു എസ്റ്ററിഫിക്കേഷനും എന്താണ്? ഒരു എസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ 2 എസ്റ്റർ ബോണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നു. ഓർമ്മിക്കുക, ഒരു ഷുഗർ മോളിക്യൂളിന്റെ 5th കാർബണിലേക്ക് എസ്റ്ററിഫൈ ചെയ്തേക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നെക്സ്റ്റ് ഷുഗർ ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഷുഗർ മോളിക്യൂളിന്റെ 3' കാർബണിലേക്കാണ് എസ്റ്ററിഫൈ ചെയ്യപ്പെടുക. അതാണ് ഈ പറഞ്ഞത്. Now phosphodiester covalent bond forms the sugar phosphate backbone. ഇതാണ് ഈ കോവാലന്റ് ഇന്ററാക്ഷൻ ആണ് ഫോസ്ഫേറ്റ് ഷുഗർ ബാക്ക്ബോൺ ഉണ്ടാക്കാൻ കാരണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോണിനെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇതിൽ എ റെപ്രസെന്റ് ചെയ്യുന്നത് അഡിനിൻ ആണ്. ഓക്കെ, അഡിനോസൈൻ ആണ്, അഡിനിൻ അല്ല, അഡിനോസൈൻ ആണ്. ടി റെപ്രസെന്റ് ചെയ്യുന്നത് തൈമിഡീൻ ആണ്. ജി ഗ്വാനിൻ ആണ്, അല്ല ഗ്വാനോസൈൻ ആണ്. സി സൈറ്റോസൈൻ ആണ്. അല്ലാതെ നൈട്രജൻ ബേസസ് അല്ല, ന്യൂക്ലിയോടൈഡും അല്ല. എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ് ആവണമെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വേണം. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നമ്മൾ പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എ റെപ്രസെന്റ് ചെയ്യുന്നതും ടി ജി സി റെപ്രസെന്റ് ചെയ്യുന്നതും അത് ന്യൂക്ലിയോസൈഡ് ആണ് എന്ന് ഓർമ്മിക്കുക. So it's a typical representation of the polynucleotide, a free phosphate group at the 5' carbon end and a free hydroxyl group at the 3' carbon end, which indicate the 3' end and the 5' end respectively. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ ഇപ്പോൾ എന്താണ് 5' end? ഇതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കണേ, ഞാൻ വോയിസ് തരികയാണ്. ഇതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കണം. 5' end എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി the end അല്ലെങ്കിൽ the pole of the DNA where the 5th carbon phosphate group is free, which is not involved in bonding with any other upcoming nucleotide. അതിനെയാണ് നമ്മൾ 5' end എന്ന് വിളിക്കുന്നത്. 5th കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ള ഏതാണോ DNA യുടെ പോള്, ആ പോളിനെയാണ് 5' end എന്ന് വിളിക്കുന്നത്.
ഇനി 3' എൻഡിന്റെ ഡെഫിനിഷൻ നോക്കാം നിങ്ങൾ. 3' end is the pole or end of the DNA strand where third carbon hydroxyl group is free, not involved in any bonding. That is known as the 3' end. Okay, അപ്പം ഈ 3' end എന്ന് പറയുന്നത് എന്താണ്? തേർഡ് കാർബണിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ഇവിടെ ഓന്നേ കാണുള്ളൂ, പക്ഷെ OH ആണത്. ഓക്കെ, അപ്പം അത് എവിടെയാണോ ഫ്രീ ആയി കിടക്കുന്നത് ആ എൻഡിനെയാണ് 3' end എന്ന് വിളിക്കുന്നത്. ഇത് നോക്കിയത് എന്തുകൊണ്ടാണ് 3' end ഇല്ലാത്തത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ബോണ്ടിങ്. അതേസമയം ഈ എൻഡ് തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് എന്ത് ചെയ്യില്ല, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ 3' end എന്ന് വിളിക്കും. ഈ രണ്ട് ഡെഫിനിഷനും കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവണം. എന്താണ് 5' end, എന്താണ് 3' end, നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് എഴുതുകയും വേണം. Now the two strands run anti-parallel to each other, one in the direction of 5' to 3' and the other in the direction of 3' to 5'. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ 5' to 3', അതേ ഡയറക്ഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കിയത് എന്താണ്, 3' to 5' ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, രണ്ട് സ്ട്രാൻഡിനെയും ഒരേ ആരോ മാർക്ക് വെച്ചിട്ട് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. if you are thinking about a single direction, 5' to 3' direction നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ you have to draw the arrow mark down at one and up at another strand. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് they are having opposite polarity എന്നുള്ളത്. ഒന്ന് 5' to 3' ആണെങ്കിൽ അടുത്തത് 3' to 5' polarity ആയിരിക്കും സ്ട്രാൻഡിന് ഉണ്ടാവുക. Okay, now the first carbon of the deoxyribose sugar is linked with the nitrogenous base through glycosidic bond. ഏത് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്? N ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് രണ്ട് ടൈപ്പാണ്, ഒന്ന് ഓയും ഒന്ന് N. O നോർമലി കാർബോഹൈഡ്രേറ്റിന്റെ പോളിമർ ആയിട്ടുള്ള ഒലിഗോ അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, ഒലിഗോ അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് O ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉപയോഗിക്കുക. N ഗ്ലൈക്കോസിഡിക് കാർബോഹൈഡ്രേറ്റ് ഏതെങ്കിലും അമിനോ ഡെറിവേറ്റീവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഒരു അമിനോ ഡെറിവേറ്റീവ് ആണ് എന്ത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷുഗർ നൈട്രജൻ ബേസ് ബോണ്ട് എന്ന് പറയുന്നത്, ഈ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വലി N ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പം അത് ഇന്ററാക്ട് ചെയ്യുന്നത് നോക്കുക നിങ്ങൾ. പിരിമിഡീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള നൈട്രജനുമായിട്ടും പ്യൂരിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 9th പൊസിഷനിലുള്ള നൈട്രജനുമായിട്ടുമാണ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബൺ N ഗ്ലൈക്കോസിഡിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യണം, ക്യാരക്ടർ മെൻഷൻ ചെയ്യണം. Now each base in the DNA double helix base pairs with the help of hydrogen bonds with the complementary bases opposite to it. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബേസസും അഡനിൻ തൈമിൻ എടുക്കുകയാണെങ്കിൽ ദേ ആർ ഫോമിങ് ഹൈഡ്രജൻ ബോണ്ട്. നമ്മൾ ഡോട്ടഡ് ലൈനിലായിരിക്കും ഹൈഡ്രജൻ ബോണ്ട് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതൊരു വീക്ക് ഇന്ററാക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, വീക്ക് ഇന്ററാക്ഷൻ ആയതുകൊണ്ടാണ് ഡോട്ടഡ് ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്നുള്ളത് ഹൈഡ്രജൻ ബോണ്ടിന്റെ അല്ലെങ്കിൽ നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് പഠിച്ചപ്പോഴും നിങ്ങൾ കേട്ടതാണ്. ഇതിന്റെ ബോണ്ട് ഫോർമേഷൻ ശ്രദ്ധിക്കണം, we will discuss. Okay, complementary bases opposite with the adenine is paired with the thymine nucleotide and guanine is paired with the cytosine nucleotide. The adenine paired with the thymine nucleotide എന്ന് പറയുന്നത് എവിടെയാണ്, ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അതൊന്ന് മെൻഷൻ ചെയ്യണം, അവിടെ പോയിന്റ് ഇല്ല. ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് എഴുതണം. Okay, through double hydrogen bond, and guanine is paired with the cytosine with the triple hydrogen bond. Okay, so this hydrogen bond is actually providing small amount of stability to the DNA. ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി നടത്തുന്നത്. മൂന്നാമത്തെ അടുത്ത സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ആള് ഇവിടെയാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം ഹൈഡ്രജൻ മാത്രം ആയതുകൊണ്ട് അതിന്റെ റിയാക്റ്റീവ് എബിലിറ്റി എന്ന് പറയുന്ന DNA കുറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ ആക്കി മാറ്റും. RNA-നേക്കാൾ കൂടുതൽ സ്റ്റേബിൾ DNA ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇവിടെ ഓക്സിജൻ ഇല്ല എന്നുള്ളതാണ്, ഇവിടെ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. Okay, now each turn and measurement ആണ് പറയുന്നത്. Each turn in the helix contains 10.4 base pairs. Okay, അങ്ങനെയാണ് ഒരു അപ്രോക്സിമേറ്റ്. അപ്രോക്സിമേറ്റ് കണക്കെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു രണ്ട്
രണ്ട് ബേസസ് തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയാം. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്സ്, the distance between two nucleotides in a strand is known as the rise. റൈസ് എന്ന് പറയുന്നത് എപ്പോഴും 0.34 ആങ്സ്ട്രോം ആയിരിക്കും. ഓക്കെ, 0.34 ആങ്സ്ട്രോം. ഓക്കെ, 10.4 ആണ് എന്നുള്ളത് നമ്മൾ 10 ആയിട്ട് മാത്രം കണക്കാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 3.4 ആങ്സ്ട്രോം. ഏത് 10 ബേസസ്. ഒരു കംപ്ലീറ്റ് ടേൺ എന്ന് പറയുന്നത് ഏതാ? ഇതാണ് ഒരു കംപ്ലീറ്റ് ടേൺ അല്ലേ. എത്ര ഡിഗ്രി വേണം? 360 ഡിഗ്രി കറങ്ങണം. അപ്പം 360 ഡിഗ്രി കറങ്ങുന്നതിനെയാണ് കംപ്ലീറ്റ് ടേൺ എന്ന് വിളിക്കുക. ആ കംപ്ലീറ്റ് ടേണിൽ വിളിക്കുന്ന ടേം ആണ് പിച്ച്. അപ്പം പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കംപ്ലീറ്റ് ടേൺ. ഓക്കെ, കംപ്ലീറ്റ് ടേൺ ഓഫ് DNA ഹെലിക്സ് ഈസ് നോൺ ആസ് ദി പിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം, ഒരു വട്ടം പൂർത്തിയാക്കണം. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുന്നത്. ഈ പിച്ച് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 10.4 ബേസസ് ആണ്. അപ്പം ആവറേജ് 10 എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 3.4 ആങ്സ്ട്രോം ആയിരിക്കും ഒരു പിച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത്. റൈസിന്റെ വാല്യൂ 0.34 ആങ്സ്ട്രോം ആണ്. അതേസമയം ഇതിന്റെ വാല്യൂ 3.4 ആങ്സ്ട്രോം ആണ്. ക്ലിയർ ആണല്ലോ? ഈ പിച്ചും റൈസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഒരു DNA ഡബിൾ ഹെലിക്സ് ഹെലിക്കലി പോവാണ് അല്ലേ. ഈ ഹെലിക്കലി പോകുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, 2 നാനോമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ആങ്സ്ട്രോം എന്നുള്ളത് മാറിപ്പോയ നാനോമീറ്റർ ആണ്. സോറി, 0.34 നാനോമീറ്റർ ഞാൻ ആങ്സ്ട്രോം എടുത്തു പോയതാണ്. 3.34 നാനോമീറ്റർ ആണ് റൈസ്. ഇറ്റ് ക്യാൻ ബി 3.4 ആങ്സ്ട്രോം. ഓക്കെ, ആൻഡ് പിച്ച് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഇറ്റ് ക്യാൻ ബി 34 ആങ്സ്ട്രോം. 10.4 എന്നുള്ളത് കൊണ്ട് നിങ്ങൾ 35 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, നോർമലി നമ്മൾ പറയുക 34 ആങ്സ്ട്രോം എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഞാൻ ഇത് യൂണിറ്റ് എടുത്തപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, ഒന്നും കൂടെ ശ്രദ്ധിച്ചേക്കണേ. റൈസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രോം ആണ്. പിച്ച് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്, അല്ലെങ്കിൽ 34 ആങ്സ്ട്രോം ആണ്. Okay, to adopt great stability, each turn of the double helix has an average of 25 hydrogen bonds. എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടോട്ടൽ 25 ഹൈഡ്രോജൻ ബോൺസ് ഉണ്ടാവും. അങ്ങനെ കണക്ക് കൂട്ടുന്നത്? ഇപ്പോൾ ഒരു ബേസ് അഡെനിൻ ആൻഡ് തൈമിൻ ആണെങ്കിൽ അവിടെ 2 ഹൈഡ്രോജൻ ബോണ്ട് ഉണ്ടാവും. ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ 3 ഹൈഡ്രോജൻ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വരുന്ന 10 ബേസിന്റെയും ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ കംസ് അറൌണ്ട് 25. ഇതാണ് DNA സ്റ്റെബിലിറ്റി കൊടുക്കുന്ന അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റെബിലിറ്റി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ടേണിൽ എപ്പോഴും എത്ര ഉണ്ടാവും? 25 ഹൈഡ്രജൻ ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രക്ചർ. Now the DNA helix has a diameter of 20 angstrom. അത് 2 നാനോമീറ്റർ എന്ന് ഞാൻ നേരത്തെ 2 നാനോമീറ്റർ കഴിഞ്ഞാൽ പറഞ്ഞത്. ഓക്കെ, ഡയമീറ്റർ അത് ആങ്സ്ട്രോം അല്ലല്ലോ, 2 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 20 ആങ്സ്ട്രോം. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഫുൾ ഓക്കെ 2 നാനോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 2 നാനോമീറ്റർ ഇത് 20 ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, അത് 2 നാനോമീറ്ററിന് 10 കൊണ്ട് അല്ലേ. നാനോമീറ്റർ 10⁻⁹ ആണ്. 10⁻⁴ ആളാണ് ആര്? ആങ്സ്ട്രോം എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, 20 ആങ്സ്ട്രോം അല്ലെങ്കിൽ 2 നാനോമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓർമ്മിച്ചു വെക്കാം. ദ മേജർ ആൻഡ് മൈനർ ഗ്രൂപ്പ്സ് ആർ 2 ഡീപ്പ് ഗ്രൂപ്പ്സ് ലൊക്കേറ്റഡ് ഇൻ ദി സർഫേസ് ഓഫ് ദ ഡബിൾ ഹെലിക്സ്. ഈ ഡബിൾ ഹെലിക്സ് ഫോം ചെയ്യുമ്പോൾ ഓക്കെ ഇതിന്റെ അപ്പിയറൻസ് നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലാർജ് ഗ്യാപ്പ് ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്യാപ്പ് ആണ്. സോ ദ സ്മോൾ ഗ്യാപ്പ് okay within the helix is known as the minor groove and larger one is known as the major groove. So larger one is known as the major groove and the smaller one is known as the minor groove. അത് എല്ലാ ഹെലിക്സിലും ഇപ്പോൾ ഇവിടെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മൈനർ ഒരു മേജർ ഈ ഒരു ലെവലിലായിരിക്കും സബ്സീക്വന്റ് ആയിട്ട് പോവുക. Now protein interacts with the DNA molecules through the major groove. അപ്പം പ്രോട്ടീൻ ബൈൻഡ് ചെയ്യും DNA ലേക്ക്, അത് മേജർ ഗ്രൂവ് ത്രൂ ആണ് ബൈൻഡ് ചെയ്യുക, which is wider than the minor groove. Okay, the N7 and C6 of the purines and the C4 and the C5 groups of the pyrimidines
ഫേസ് ഇൻ ടു ദി മേജർ ഗ്രൂവ്. ഓക്കെ, ഏത് നൈട്രോജൻ ബേസ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവണ്ടേ, അതിൽ ഹൈഡ്രജൻ ബോണ്ടിൽ ഇൻവോൾവ് ആവുന്ന പൊസിഷൻസ് എന്ന് പറയുന്നത്, നൈട്രോജൻ ബേസിന്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ നെഗറ്റീവ്, ഏതെങ്കിലും ഒരു നൈട്രോജൻ ബേസിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുണ്ടാവും, ആറ്റം. അതിന് നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തേക്കുന്ന ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോ നെഗറ്റീവുകൾ ആറ്റം ഇവിടെ ഉണ്ടാവും. രണ്ട് ഇലക്ട്രോ നെഗറ്റീവുകൾ ആറ്റത്തിന്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ കയറി വരുമ്പോഴാണ് ആ ഒരു ഇന്ററാക്ഷൻ നടക്കുക അല്ലേ. ഫോർ എക്സാമ്പിൾ എൻ, ഓക്കെ, NCH ദാറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്തൗട്ട് ഹൈഡ്രജൻ നൈട്രജൻ. അപ്പോൾ ഇതൊരു ഹൈഡ്രജൻ ബോണ്ടാണ്. ഇതെന്താണ്? കോവാലന്റ് ബോണ്ടാണ്. ഈ ഡോട്ടഡ് ലൈന് ഹൈഡ്രജൻ ബോണ്ടാണ്. ഈ നൈട്രജനെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് ഡോണർ എന്ന് വിളിക്കും. ഈ നൈട്രജനെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് ആക്സെപ്റ്റർ എന്ന് വിളിക്കും. ഈ ഒരു അപ്പിയറൻസിൽ നൈട്രോജൻ ബേസിൽ ഏതൊക്കെയാണോ ഈ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് വിത്ത് ഓർ വിത്തൗട്ട് ഹൈഡ്രജൻ വരുന്ന പൊസിഷൻസ്, അതായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു പൊസിഷനിലേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫിഗർ കാണിച്ചു തരാം. ഇവിടെ നോക്കി നിങ്ങൾ. ഓക്കെ, തൈമിൻ എടുക്കുകയാണെങ്കിൽ അല്ലേ, തൈമിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ് ഇത് അല്ലേ. ഫസ്റ്റ് പൊസിഷനാണ് തൈമിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ് ഇത്. തൈമിൻ എടുക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് നമ്പറിംഗ് എന്ന് പറഞ്ഞു. സെക്കൻഡ്, ഓക്കെ, തേർഡ്, ടൈം എടുക്കാം 1 2 3 4, ഓക്കെ, 1 സെക്കൻഡ് 1 2 3 4 5 6, ഓക്കെ. ഈ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നോക്കുക നിങ്ങൾ, ഇതിൻ്റെ 3ഉം 4ഉം ആണ് ഇവിടെ എന്തിനു വേണ്ടിയിട്ട് വന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് വേണ്ടി വന്നത്. ഇതൊരു ഇലക്ട്രോ നെഗറ്റീവാണ്. ഓക്കെ, ഇതും ഒരു ഇലക്ട്രോ നെഗറ്റീവാണ്. പക്ഷേ ഇത് ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിനെന്ത് വിളിക്കും നമ്മൾ? ഡോണർ എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും? ആക്സെപ്റ്റർ എന്ന് വിളിക്കും. രണ്ടും നൈട്രജൻ ആയാലും ഓക്സിജൻ ആയാലും എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഓക്കെ, ആക്സെപ്റ്ററായി ഡോണറായി. അപ്പം അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ എവിടെയൊക്കെ പോസിബിൾ ആണ് അതൊക്കെ. അപ്പം ഇതെടുക്കുക, ഈ നൈട്രജൻ എന്താണ്? ഡോണറാണ്. ഈ നൈട്രജൻ ആക്സെപ്റ്ററാണ്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇതേ അവസ്ഥയിൽ തന്നെയാണ് സൈറ്റോസിനും ഗ്വാനും തമ്മിലുണ്ടാവുക. ഓക്കെ, സൈറ്റോസിനും ഗ്വാനും തമ്മിലും ഇതേ അവസ്ഥയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് തൈമിനും അഡിനിൻ്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത്? 3 ഹൈഡ്രജൻ ബോണ്ട് തൈമിൻ്റെയും ഇതിൻ്റെ ഇടയിലില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, തൈമിൻ്റെയും അഡിനിൻ്റെയും ഇടയിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ 1 2 3, ഈ ഒരു പൊസിഷൻ എടുക്കുക. ഇവിടെ എന്താ ഉള്ളത്? ഹൈഡ്രജനാണ്. ഇവിടെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇല്ല, ഇവിടെ കാർബണേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ഇലക്ട്രോ നെഗറ്റീവാണ്, ഇതൊരു ഇലക്ട്രോ നെഗറ്റീവാണ്. ഇതുമായിട്ടൊരു ഇൻട്രാക്ഷൻ തൈമിൻ്റെയും അഡിനിൻ്റെയും കേസിൽ വരാത്ത. ഇവിടെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഈ ഹൈഡ്രജൻ ആരുമായിട്ടല്ല അറ്റാച്ച് ചെയ്തേക്കുന്നത്? ഇലക്ട്രോ നെഗറ്റീവ് ആറ്റുമായിട്ടല്ല, മറിച്ച് കാർബണുമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ്റെ ചുറ്റും പാർഷ്യൽ പോസിറ്റീവ് ചാർജിന് പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ഈ ഓക്സിജന് ചുറ്റും പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ്, പക്ഷേ ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജിന് പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം വിച്ച് ക്യാൻ ബി ആക്ട് ആസ് ദി ഹൈഡ്രജൻ ബോണ്ട് ഡോണർ, അത് എവിടെ ഇല്ല? ഈ അഡിനിൻ്റെ കേസിൽ ഇല്ല. ആ ഒരു റീസൺ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അഡിനിനും തൈമിൻ്റെ ഇടയിൽ വെറും 2 ഹൈഡ്രജൻ ബോണ്ട് മാത്രമേ ഉള്ളത്. അതേസമയം നിങ്ങൾ ഇത് നോക്കിയേ, ഗ്വാനിൻ സൈറ്റോസിൻ എടുക്കുകയാണെങ്കിൽ നേരത്തെ പണ്ട് തൈമിൻ്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഓക്സിജൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഗ്വാനിൻ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് അതിൻ്റെ അമിനോ ഗ്രൂപ്പ് എവിടെയാണുള്ളത്? ഈ ഒരു പൊസിഷനിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നൈട്രജൻ ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ബോണ്ടഡ് ടു ദി കോവാലൻ്റ്ലി ലിങ്ക്ഡ് ടു ദി ഹൈഡ്രജൻ. അപ്പോൾ ഈ നൈട്രജൻ എന്ത് ചെയ്യാം? ഡോണറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറെഡി ആക്സെപ്റ്റർ എല്ലാ അതേ പൊസിഷനിൽ എല്ലാ പിരമിഡീൻസിൻ്റെ കേസിലും ആക്സെപ്റ്റർ അവിടെ ഉണ്ട്. പക്ഷേ പ്യൂരിനിൽ ആ പൊസിഷനിൽ ഒരു ഡോണർ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഇൻട്രാക്ഷൻ വരിക.
ഗ്വാനിന്റെ കേസിൽ എന്തുണ്ട്, ആ ഒരു പൊസിഷനിൽ ഇവിടെ ഒരു ഡോണറെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സൈറ്റോസിന് ഓൾറെഡി ആക്സെപ്റ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വരും. അതുകൊണ്ടാണ് GC എന്ന് പറയുന്നത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ആവുന്നത്. ഓക്കെ, GC എന്ന് പറയുന്നത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഏത് ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ സെക്കൻഡ് പൊസിഷനിൽ. ഓക്കെ, ഗ്വാനിന്റെ സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഡോണർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ റീസൺ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് GC ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ, ഗ്വാനിന്റെ സെക്കൻഡ് പൊസിഷനിൽ ഹൈഡ്രജൻ ബോണ്ട് ഡോണർ ഉണ്ട്, അതേസമയം അഡനിന്റെ സെക്കൻഡ് പൊസിഷനിൽ ഹൈഡ്രജൻ ബോണ്ട് ഡോണർ ഇല്ല. ഓക്കെ, ഏത് പ്യൂരിമിഡീൻ എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന സെക്കൻഡ് പൊസിഷനായിട്ട് മാച്ചിങ് ആയിട്ടുള്ള, ഓക്കെ, സെക്കൻഡ് പൊസിഷനായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഏതിന്റെ സെക്കൻഡ് പൊസിഷൻ, പ്യൂരിന്റെ സെക്കൻഡ് പൊസിഷനായിട്ട് മാച്ചിങ് ആയിട്ടുള്ള സെക്കൻഡ് പൊസിഷനിൽ പിരമിഡിന്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ആക്സെപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫാക്ടറേ ഇല്ല. ട്രിപ്പിൾ ബോണ്ട് ഹൈഡ്രജൻ ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫാക്ടർ എന്താണ്, the triple bond hydrogen is formed between guanine and cytosine only due to the fact that the guanine contain hydrogen bond donor NH2 at the position of second, which is matching with the second hydrogen bond acceptor position of the pyrimidines. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ഒന്നുകൂടെ പറയൂ അത് ഓഫ്ലൈൻ ആയിട്ട്. നമ്മൾ തിരിച്ച് ഇൻട്രാക്ഷനിലേക്ക് പോകാം. So we were discussing about this thing. ഓക്കെ, അപ്പോൾ ആ ബോണ്ടിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ് തന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് DNA. SA ക്വസ്റ്റ്യൻ ആയിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കാണുക. എസ്പെഷ്യലി ഞാൻ ആ റൈസും പിച്ചും പറയുന്നിടത്ത് വാല്യൂ ആങ്സ്ട്രോം യൂണിറ്റ് മാറിപ്പോയത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുത് പറയുമ്പോൾ 0.34 എന്ന് പറയുമ്പോൾ നാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, 3.4 എന്ന് പറയുമ്പോൾ ആങ്സ്ട്രോം ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പിച്ചിന്റെ വാല്യൂ 3.4 എന്ന് പറയുമ്പോൾ നാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, 35 34 പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആങ്സ്ട്രോം ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ മിസ്സായി പോയത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്.